ഞാൻ ഡോക്ടർ CB വിപിൻചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺ താഴം, പത്തനംതിട്ട. തയ്യൽ സ്വാമി എന്ന് പറഞ്ഞാൽ ഹഠയോഗമൊക്കെ അറിയാവുന്ന, അത് ആറ്റിൽ വെള്ളം ഏറി കിടക്കുമ്പോൾ വാഴയില വെട്ടിയിട്ട് അതിലിരുന്ന് അക്കരയ്ക്കര പോകുന്ന വലിയ ഒരു സ്വാമിയായിരുന്നു തയ്യൽ സ്വാമി. അദ്ദേഹം എപ്പോഴും ഒരു കുരങ്ങുമായിട്ടായിരുന്നു നടക്കുന്നത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ നടയിൽ, തെക്കനാഥൻ്റെ അവിടെ ഭിത്തിയിൽ എഴുതി അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അത്ര ബഹുമാനവും കാര്യവുമായിരുന്നു. ആ അപ്പൂപ്പനെക്കുറിച്ച് തയ്യൽ സ്വാമി എഴുതിയ 4 വരികളാണ്. അത് ഞാൻ ഒന്ന് പറയാം. 31-ാം ആണ്ട് ചിങ്ങത്തിലാദ്യം അപ്പൂപ്പൻ ചാങ്ങേത്ത് വാണൂര് വൈദ്യൻ, അല്പം പോലും ദീനമില്ലാതെയല്ലോ അപ്പാ തെക്കുന്നാഥ ദേഹം വെടിഞ്ഞു. ഇത് അങ്ങനെ എഴുതിയ ഭിത്തിയിൽ അവിടെ വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഞാനത് കണ്ടിട്ടില്ല, കാരണം എൻ്റെയൊക്കെ കാലമായപ്പോഴത്തേക്ക് അത് പോയി കാണും. പിന്നീട് ഉള്ള നാരായണക്കുറുപ്പ് അപ്പം 31-ാം ആണ്ട് ചിങ്ങത്തിലെ 1-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. ഗോവിന്ദപിള്ള അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ 1959 ജൂലൈ മാസം 2-ാം തീയതി മരിക്കുന്നു. എൻ്റെ അച്ഛൻ ഭാസ്കരൻ നായർ 1990 ജനുവരി 25-ാം തീയതി. അപ്പോൾ ഇങ്ങനെ ആണ്. മുമ്പോട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, അവരൊക്കെ എനിക്ക് പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അപ്പോൾ അപ്പൂപ്പനും എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയൻ രാമകൃഷ്ണ പിള്ള എന്ന് പറയും, അദ്ദേഹം ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പൂപ്പന്മാരെക്കുറിച്ചും ഉള്ളോട്ടുള്ള വൈദ്യന്മാരും ഇപ്പം വളരെ ഈ അയ്യപ്പൻ വൈദ്യരൊക്കെ വളരെ ദാനശീലനായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ അറിയുന്ന നെല്ല് അളന്നു കൊടുത്തിട്ട് ചികിത്സിച്ചിരുന്ന ഒരു പാരമ്പര്യമാണ് ചാങ്ങേത്തുള്ളത്. അതുപോലെ വൈദ്യം മക്കൾക്കും പിന്നെ സ്വത്തുക്കൾ അനന്തരവർക്കുമാണ്. അതാണ് ഈ കല്ലൂർക്കാട്ട് നിന്ന് ചാങ്ങേത്ത് വരാൻ ഒരു കാരണമെന്നും എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വത്തുക്കൾ ഈ കുടുംബം ചാങ്ങേത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം വീട് എല്ലാം വൈദ്യന്മാർക്ക് മാത്രമായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഇതുവരെ വന്നിട്ടുള്ളത്.